ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പ്രകടമാക്കിയ മുൻ ചെയർമാൻ പ്രേംകുമാർ. ക്ഷണിക്കാത്തതുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് പ്രേംകുമാർ. പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ക്ഷണിക്കാത്തതിൽ നീരസമുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ എന്തുകൊണ്ട് മുൻ ചെയർമാൻ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നാണോ? അമൃത, ഇന്നലെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുതിയ ചെയർമാനായി റസൂൽ പൂക്കുട്ടി സ്ഥാനമേറ്റെടുത്തത്. ഈ ചടങ്ങിൽ മുൻ ചെയർമാൻ പ്രേംകുമാറിന്റെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അക്കാദമി ചലച്ചിത്ര സ്ഥാനത്ത് നിന്നും മാറ്റിയതിന്റെ നീരസം കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇതിനൊരു വ്യക്തത വരുത്തുന്നത് തന്നെ ആരും ഈ പരിപാടിയിൽ ക്ഷണിക്കാത്തത് കൊണ്ടാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് പ്രേംകുമാർ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിനടക്കമുള്ള ചോദ്യങ്ങൾ റസൂൽ പൂക്കുട്ടിയോടും ചോദിച്ചിരുന്നു. റസൂൽ പൂക്കുട്ടി അതിന് മറുപടി പറഞ്ഞത് പ്രേംകുമാറിനോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയായിരുന്നു തന്നത്. എന്നാൽ പ്രേംകുമാർ അതിന് വ്യക്തത വരുത്തുകയാണ്. തന്നെ ഈ പരിപാടിയിലേക്ക് ആരും ക്ഷണിച്ചിരുന്നില്ല. ഈ പരിപാടിയിൽ റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ഒരാൾ, ഓസ്കാർ ജേതാവായ ഒരാളെ ഇത്തരത്തിൽ സ്ഥാനമേൽക്കുമ്പോൾ, തൻ്റെ മുൻഗാമിയായി സ്ഥാനം ഏൽക്കുമ്പോൾ അതിന് പങ്കെടുക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് തനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് പറയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ സ്വാഭാവികമായും തനിക്ക് വിഷമമുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞിരുന്നു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്വേഷിക്കുമ്പോഴും തനിക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ തന്നോട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള അതൃപ്തി പ്രേംകുമാർ നേരത്തെ തന്നെ പ്രകടമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം റസൂൽ പൂക്കുട്ടിയെ ചെയർമാനായി, കുക്കു പരമേശ്വരനെ വൈസ് ചെയർമാനായും നിയമിക്കുന്നത്. ഈ സമയത്തൊന്നും താനിത് അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നീരസം അന്ന് മുതലേ പ്രേംകുമാറിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്നലെ നടക്കുന്ന ചടങ്ങിൽ തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു നീരസം അദ്ദേഹം പ്രകടമാക്കുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സ്ഥാനം ഒഴിയുമ്പോഴാണ് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ അക്കാദമിയുടെ തലപ്പത്ത് വരുന്നത്. ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുമുണ്ട്. വലിയ ശ്രദ്ധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം നടത്തിയ ചില രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ആശാ സമരത്തെ പിന്തുണച്ച് അദ്ദേഹം സംസാരിച്ചത് CPM-നുള്ളിൽ തന്നെ വലിയ ചർച്ചയാവുന്നെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. മറുവശത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സാംസ്കാരിക പ്രവർത്തകരെ അടക്കം അങ്ങോട്ട് എത്തിക്കുന്നതിൽ അദ്ദേഹം വീഴ്ച പറ്റി. അദ്ദേഹം സ്വയം അങ്ങോട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയില്ല എന്നൊക്കെയുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള വിമർശനമൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം നീരസം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയാണ്. അമൃത.